സഹൃദയരെ നിങ്ങൾക്കായി ഒരു അറിയിപ്പ് ശ്രദ്ധിക്കണം. ഗാനമേള ഉടൻ ആരംഭിക്കുന്നതാണ്. കാതികൻ ഗാനപരിദൂഷണം രായപ്പൻ ഭാഗവതരും സംഘവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശ്രദ്ധയ്ക്ക്. സ്റ്റേജിന്റെ ഇടത് ഭാഗത്ത് ക്യാമറയുടെ അടുത്ത് വയറിളക്കി കിടപ്പുണ്ട്, ചവിട്ടരുത്, ഷോക്ക് അടിക്കും. ഭക്തജനങ്ങൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ്. ക്ഷേത്രത്തിന് ചുറ്റും നടക്കല്ലേ ഇരിക്കല്ലേ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടക്കല്ലേ ഇരിക്കല്ലേ. ഗാനമേള ഉടൻ ആരംഭിക്കുന്നതാണ്. കാതികൻ രായപ്പൻ ഭാഗവതരും സംഘവും. ഹലോ ഹലോ ഞാൻ ഇവിടെ ഷാപ്പാട് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലോണ്ട് അവിടെ ഇരുന്ന് ഷാപ്പാട് അടിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഷാപ്പാട് അടിച്ചിരുന്ന് ഇവിടെ ജന കൂലി തുടങ്ങി കേട്ടോ. നിങ്ങൾ ശരിയാക്കുന്നില്ല. തൊള്ളേ കലിപ്പുകളായ ഒരു കാര്യം ചെയ്യും. ആശാൻ വരട്ട്, നമുക്ക് സാധകം ചെയ്തു തുടങ്ങാം. സാധകം പ്രാക്ടീസ് പ്രാക്ടീസ്. അത് ശരിയാണ്, പ്രാക്ടീസ് ചെയ്യാം. റെഡിയാണല്ലോ? നോക്കാം. മമ ഗരി 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 സാ ബൈ 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 മാ കായ്ക്ക 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 ങാ ബൈ 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 മാ. ഹലോ ഹലോ ബൈ ബൈ. എന്തേത് സാധകം ചെയ്യരുതെന്ന് നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. സാധകം ചെയ്താൽ ചത്തുപോകും. അതെങ്ങനെ നിനക്കറിയില്ല? ഇല്ല. എടാ, എന്റെ അച്ഛൻ ഗാനപരിദൂഷണം പപ്പനാമ ഭാഗവതർ എങ്ങനെയാ മരിച്ചതെന്ന് അറിയോ? എങ്ങനെ മരിച്ചു? എടാ, മോഹൻലാലില്ലേ? മോഹൻലാല് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അങ്ങേര് കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചു പോയത്. അതായത് ഈ മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങിയല്ല, ആറാം തമ്പുരാൻ. ആ സമയത്താണ് എന്റെ അച്ഛൻ ഇങ്ങനെ കർണാടക സംഗീതത്തിന്റെ ഭ്രാന്തി ഇങ്ങനെ തലയ്ക്ക് കയറി ഓടി നടക്കണം. അപ്പോഴാണ് ഈ ഇങ്ങനെ ഈ മോഹൻലാലിന്റെ സിനിമ ഇറങ്ങണം, ആറാം തമ്പുരാൻ സിനിമ ഇറങ്ങി. അപ്പൊ അതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ മോഹൻലാലിന്റെ, അറിഞ്ഞൂടെ? സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടിയിൽ ചെല്ലുന്നു. ഇത് കേട്ടോർന്ന് എന്റെ അച്ഛൻ ഓടി ചെന്ന് സിംഹത്തിന്റെ മടി ചെന്നിരുന്നോട്ട്. അതിന് മടയിലല്ലേ പോയിരിക്കാം. ഓടിയതെന്റെ അച്ഛനല്ലേ പറഞ്ഞത്. ഓടിച്ചെന്ന് സിംഹത്തിന്റെ മടി ഇരുന്നപ്പോ എന്ത് പറ്റിയെന്നറിയാം? സിംഹം പൊറോട്ട കീർണവൻ 5-6 അവിടെ നിന്ന് ഓടിച്ചെന്ന് നിന്നത് ഗുരുവിന്റെ മുമ്പാണ്. എന്നിട്ട് ഗുരു മുണ്ടും മടക്കി കുത്തിയ ഒരു ചോദ്യം. മനസ്സിലായി? ഇല്ല. ഗുരു ചോദിക്കുന്നത്, ഗുരു പറഞ്ഞത് സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യണം. അത് ശരി. അങ്ങനെ കഴുത്തറ്റം വെള്ളത്തിൽ എവിടെ? ഗ്വാളിയറിൽ. അവിടെ കുളിക്കാൻ വെള്ളമുണ്ടാ, കൈ കഴുകാൻ വെള്ളമുണ്ടാ, മോളടിക്കാൻ വെള്ളമുണ്ടാ. എന്റെ അച്ഛൻ എവിടെ നിന്ന് കഴുത്തറ്റം വെള്ളം കാത്തപ്പോ പറയട്ടാ, എന്റെ അച്ഛനല്ലേ ബുദ്ധിയുള്ള വാർത്തയാണ്. അങ്ങേര് എന്ത് ചെയ്യുന്നറിയാ? അങ്ങേര് പോയി ഒരു ബക്കറ്റിൽ വെള്ളം ഒപ്പിച്ചോണ്ട്. ഞാൻ പറഞ്ഞല്ലേ, എന്റെ അച്ഛനാണ്, എന്നെക്കാളും ബുദ്ധിയുള്ള മനുഷ്യനാണ്. അങ്ങേര് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ വെച്ചിട്ട് തല കുത്തി കാല് മുകളിലോട്ട് 1 മണിക്കൂർ അങ്ങ് അതെ ഐഡിയ. 1 മണിക്കൂർ സാധനം ചെയ്തിട്ട് ഈ തല കുത്തനെ നിൽക്കുന്ന ആളിനെ എടുത്ത് കൂത്ത് വെച്ചപ്പം സാധനം ചെയ്യാൻ നിന്ന ആളുടെ സാധനം കാര്യം. ആ മോഹൻലാലിനെ ഞാൻ വെച്ചിട്ടുണ്ട്, അപ്പോഴേക്കും ശരിയാ. ബഹളം വെക്കരുത്. നമ്മുടെ ഈ ഗാനമേള കണ്ടിട്ട് വേറെ ബുക്കിങ്ങിന് ആളുകൾ വരും. വയറ്റത്തടിക്കരുത്, വയറ്റിൽ കുഴപ്പമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സൗണ്ട് ഒക്കെ ടെസ്റ്റ് നമുക്ക് സാധനം ചെയ്യാം. ഒരല്പം കൂടെ താഴട്ടെ. സായല്ലേ?
കുറച്ചുകൂടെ താഴണം, കുറച്ചുകൂടെ അവസാനം കുറച്ചുകൂടെ താഴണം. സ എസ് സ സ ഒരു ഇച്ചിരിയും കൂടെ താഴുവോ? എന്താ ചെയ്യണേ? എന്താ മണ്ണ് കുഴിക്കണം. കർത്താവെ, കണ്ട മണ്ണ് കുടിക്കാനാണല്ലോ എന്റെ കൂടെ വന്നത്. വരണം തോന്നുന്നു. ഗരി 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 ഇവിടെ പറഞ്ഞോടാ. ആശാനെ നമസ്കാരം. നമസ്കാരം. ആശാനെ, ഞാൻ വരുന്നത് ആശാന്റെ ഒരു ഗാനമേള ബുക്ക് ചെയ്യാനായിട്ട്. ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? അപ്പൊ ആശാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നല്ലോ. അറിഞ്ഞൂടാ, ഞങ്ങളിത് അവിടെ നിന്ന് ഇവിടെ ഗാനമേള പ്രാക്ടീസ് കൊണ്ടിരിക്കുകയല്ലോ. ചേച്ചി ആ വീട്ടിൽ പോയപ്പോഴല്ലേ ചേച്ചിയല്ലേ പറഞ്ഞു ഇവിടെ ഇങ്ങോട്ട് വന്നാ പോരായിരുന്ന? പിന്നെ എന്തൊക്കെയുണ്ട്? ഇതായിരിക്കും പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ 2 ശിഷ്യന്മാർ. അതായത് ഞങ്ങളുടെ ഗാനമേള എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് സ്റ്റൈലാണ്. അതായത് ഞാൻ പാടും, രണ്ടും ആടും. ഓ അതെ അതെ, ആട്ടവും ഉണ്ടല്ലേ? അതെ അതെ, എന്നല്ലേ ഇപ്പൊ ആളുകളെ കൈ അതെ അതെ, ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ ഒരു ആട്ടവും പാട്ടും ഒക്കെ അല്ലേ? അപ്പൊ ആശാൻ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു? ഇന്നലെ പരിപാടി ഇന്നലെ 2 പരിപാടിയായിരുന്നു, അറിയാം. ആദ്യത്തെ പരിപാടി കമ്മിറ്റിക്കാര് പാടി തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്കാണ്. ഞങ്ങളിങ്ങനെ എത്തി സെറ്റപ്പായി പാടി വന്നപ്പോ 11, 12 എന്തിനു പറയണു, 1 ആയി. അപ്പൊ രണ്ടാമത്തെ പരിപാടി, ആദ്യത്തെയൊക്കെ പാടി തീർന്ന് രണ്ടാമത്തെ പാടി വന്നപ്പോഴേക്കും കോഴിക്കും വിവരം വെച്ച് തുടങ്ങി. ആശാൻ, അപ്പൊ ആശാന് പരിപാടിക്കൊക്കെ കയ്യടി കിട്ടാറുണ്ടോ? കയ്യടി കിട്ടാറുണ്ടോന്നാ? എടാ, ഞങ്ങള് പരിപാടി നടത്തി കഴിയുമ്പോ അങ്ങ് പാട്ട്, ആദ്യത്തെ പാട്ട് തീരണ്ട, അതിനു മുമ്പ് കയ്യടിയുടെ ബഹളമാണ്. അത് കഴിഞ്ഞ് കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ മടല് കൊണ്ടാണോ ഒരു പിടുത്തവുമില്ല. അപ്പോഴേക്കും ബോധം പോവും. ചോദിക്കട്ടെ ആശാനെ, അപ്പൊ ആശാന്റെ ഈ ഗാനമേളക്കൊക്കെ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ? പുറത്ത് പരിപാടി കിട്ടാറുണ്ടായിരുന്നു. മക്കളെ കാണിച്ചു കൊടുക്ക. കഴിഞ്ഞ ആഴ്ച കടപ്പുറത്തും ഗാനമേള നടത്തിയതാ, പങ്കായത്തിനെ കിട്ടിയ ഞങ്ങളുടെ അഭിമാനമാണ്. ഞാൻ എവിടെയുണ്ട്. ആശാനെ, അതല്ല ചോദിച്ചത്. ആശാന് പരിപാടി കൂടുതലും ഇൻഡോറോ അതോ ഔട്ട്ഡോറോ? എന്റെ പരിപാടികൾ കൂടുതലും ഇൻഡോറോ ഔട്ട്ഡോറോ? ആശാനെ, ഈ ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് വെച്ചുള്ള ഡോർ, ഇൻഡോർ എന്ന് പറഞ്ഞാൽ വുഡ് വെച്ചുള്ള ഡോർ. ഓ ആശാന്റെ മാതിരി ശിഷ്യന്മാർ തന്നെ. ഔട്ട്ഡോറും ഇൻഡോറും അതല്ല ആശാനെ. ആശാൻ പറയുന്നത് ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഈ ഹോളിലുള്ള പരിപാടി, ഔട്ട്ഡോർ മൈതാനത്ത് നടക്കുന്ന പരിപാടി, അതാ ചോദിച്ചത്. എന്റെ പരിപാടികൾ കൂടുതലും ഔട്ട്ഡോർ ആണ്, അതാണല്ലോ എനിക്കും ഇഷ്ടം. അത് പിന്നെ ഓടാൻ എളുപ്പമല്ലേ. പക്ഷേ എന്താണെന്നറിയില്ല, ഞങ്ങളിങ്ങനെ പരിപാടികൾ തുടങ്ങുമ്പോൾ ഔട്ട്ഡോർ ആയിരിക്കും, പരിപാടി അങ്ങോട്ട് തീരാറാവുമ്പോഴേക്കും ഞങ്ങളെല്ലാം ഇൻഡോർ. അത് ഈ കമ്മിറ്റിക്കാര് പിടിച്ച് പൂട്ടിയിടും. അപ്പൊ ആശാനെ, ഞാൻ വന്ന കാര്യം പറയട്ടെ. ഞാൻ വന്നത് മീനയ്ക്ക് വേണ്ടി ഒരു പരിപാടി ബുക്ക് ചെയ്യാനാണ്. മീനയുടെ പരിപാടി ഈ ഓക്ക് ബ്രൂക്കിൽ ഹോളിഡേയിലാണ് നടക്കുന്നത്. അപ്പൊ ആശാൻ അങ്ങോട്ടുള്ള വഴി അറിയാമോ? ഓക്ക് ബ്രൂക്കിലെ ഹോളിഡേ 22nd സ്ട്രീറ്റില്. എടാ, അങ്ങോട്ടുള്ള വഴി അറിയാവുന്നു. എടാ, ഈ കട്ടന്റെ പുറകിലോട്ട് ചാടിയിട്ട് ആ ഓടയിൽ വീഴാതെ ഓടി ഫ്രീവേയിൽ കയറാതെ സൈഡിലെ റബ്ബർ തോട്ടത്തിന്റെ സൈഡിൽ കൂടെ ഓടിയിട്ട് അതിനപ്പുറത്തെ വീട്ടിലെ തെങ്ങിന്റെ മുകളിൽ കയറി താഴെ ഇറങ്ങി ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് ആ ഓടുന്ന വഴി സ്ഥലമല്ലേ? ഈ നാട്ടുകാർക്ക് പോലും അറിയാത്ത വഴി ആശാൻ എങ്ങനെ മനസ്സിലായി? സാറ് 4 വർഷം മുമ്പ് ഒരു പരിപാടി പൊളിക്ക് ഞങ്ങൾ അതുവഴിയല്ല ഓടിയത്. ഓ, ആ പരിപാടി ആശാനും ശിഷ്യന്മാരും ആയിരുന്നു അല്ലേ? എന്നെ പോലെ ഒരാൾ.